ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗ്രാൻഡിൻ്റെ ഒരു മോഡൽ. ആ മോഡലിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ഫാൻ കണക്ട് ചെയ്യുന്നത്, അതിൻ്റെ റെഗുലേറ്ററിൽ എങ്ങനെയാണ് നമ്മൾ അതിനെ കണക്ട് ചെയ്യുന്ന ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. ഇത് റെഗുലേറ്ററാണ്, അതായത് രണ്ട് മോഡ്യൂൾ റെഗുലേറ്ററാണ്. രണ്ട് മോഡ്യൂൾ എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് സ്വിച്ചിൻ്റെ ഗ്യാപ്പ് വരുന്നതാണ്. ഒരു സ്വിച്ചിൽ ഒരു മോഡ്യൂൾ എന്നാണ് പറയുന്നത്. ഇപ്പോൾ രണ്ട് സ്വിച്ചിൻ്റെ ഗ്യാപ്പ് വരുന്നതുകൊണ്ട് 2 മോഡ്യൂളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ അകത്ത് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ലോഡ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫാൻ എവിടേക്കാണ് കൊടുക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. രണ്ട് വയറുകളാണ് അതിൻ്റെ അകത്തുള്ളത്. അതെങ്ങനെ കണക്ട് ചെയ്യാമെന്ന് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, റെഗുലേറ്റർ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഈ മോഡൽ നമ്മൾ ലെഗ്രാൻഡിൻ്റെ മോഡലാണ്, അതായത് മോഡുലാർ ടൈപ്പാണ്. മോഡുലാർ ടൈപ്പ് എന്ന സ്ക്രൂ ടൈപ്പ് ഒന്നുമല്ല, അതായത് ലെഗ്രാൻഡ് ജസ്റ്റ് പ്രസ്സിങ് മാത്രമാണ് വരുന്നത്. അതായത് മോഡേൺ വീടുകൾക്കെല്ലാം തന്നെ, ഇപ്പോൾ വരുന്ന വീടുകൾക്കെല്ലാം തന്നെ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി മോഡലാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മളൊരു ഫാനിൻ്റെ കണക്ഷൻ കൊടുക്കാനാണ് നോക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂക്കറിൻ്റെ ഫാനാണ്. പല മോഡൽ ഫാനുകൾ നമുക്ക് അവൈലബിൾ ആണ്. BLDC ഫാനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. BLDC ഫാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, DC ഫാൻ. കണ്ടോ, ജസ്റ്റ് ലൂക്കറിൻ്റെ മോഡലാണ്. ഈ ലൂക്കറിൻ്റെ പുതിയ മോഡലാണ്. അതായത് ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് BLDC ഫാൻ വന്നുകൊണ്ടിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ റിമോട്ട് സിസ്റ്റമാണ്. റിമോട്ട് സിസ്റ്റത്തിന് ഉപയോഗിക്കുന്ന റിമോട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. റിമോട്ട് ആകുമ്പോൾ നമ്മൾ റിമോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഓണാക്കാനും കാര്യങ്ങളൊക്കെ സാധിക്കുകയുള്ളൂ. റിമോട്ട് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാൾ ബെറ്റർ നമുക്ക് ഒരു റെഗുലേറ്ററുള്ള ടൈപ്പ് റെഗുലേറ്ററിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന BLDC ഫാൻ തന്നെ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അത് നമുക്ക് BLDC ഫാൻ തന്നെയാണെങ്കിൽ 1, 2, 3, 5 സ്റ്റെപ്പ് റെഗുലേറ്റർ നമുക്ക് ഈ ഫാനിന് യൂസ് ചെയ്യാം. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ പറയാം. അതായത് നമ്മുടെ DC ഫാൻ എന്ന് പറയുമ്പോൾ ഏകദേശം മറ്റ് ഫാനുകളെ അപേക്ഷിച്ച് ഏകദേശം പകുതി വാട്ട്സേ എടുക്കുന്നുള്ളൂ. ഏകദേശം 28 to 32 വാട്ട്സ് എടുക്കുന്നുള്ളൂ നോർമൽ ഫാൻ. എന്നാണെങ്കിൽ 65 വാട്ട് to 70 വാട്ട്സ് വരെ നമ്മുടെ നോർമൽ ഫാൻ യൂസ് ചെയ്യുന്നുണ്ട്. BLDC ഫാൻ ആകുമ്പോൾ ഏകദേശം 28 to 32 വാട്ട്സ് വരെ ഉപയോഗിക്കുന്നുള്ളൂ. അത് കോമൺലി വരുന്നത് റിമോട്ട് ടൈപ്പാണ് ഫാനുകൾ ഇപ്പോൾ വന്നുവരുന്നത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത അഡ്വാൻസ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് റെഗുലേറ്ററിൽ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് മുന്നേ വരുന്ന മോഡലുകൾ വെച്ചാൽ റെഗുലേറ്ററിൽ നമുക്ക് ഫാൻ കണക്ട് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി BLDC ഫാനുകൾ റിമോട്ടുള്ള ടൈപ്പാണ്. റെഗുലേറ്റർ മാറ്റിയിട്ടിട്ട് ഇപ്പോൾ റെഗുലേറ്റർ ഇല്ലാതെ ഡയറക്റ്റ് വേണം നമ്മൾ കൊടുക്കാനായിട്ട്. റെഗുലേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. പക്ഷേ ഈ ഫാനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെഗുലേറ്റർ കൊടുക്കാം. നമ്മൾ സാധാരണ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ 1, 2 അങ്ങനെ 5 സ്റ്റെപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതാണ് കുറച്ചുകൂടി അഡ്വാൻസ്ഡ്. കാരണം നമ്മൾ പെട്ടെന്ന് നമ്മൾ റിമോട്ട് കാര്യങ്ങളൊന്നും ആവശ്യം വരുന്നില്ല. നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നോർമൽ ലെവലിൽ തന്നെ നമുക്ക് ഫാൻ യൂസ് ചെയ്യാം. അന്ന് അത്യാവശ്യം നമ്മുടെ പറയുന്ന രീതിയിൽ തന്നെയുള്ള അതിൻ്റെ കാറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഓക്കെയുമായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് BLDC ഫാൻ റെഗുലേറ്ററിൽ എങ്ങനെ റെഗുലേറ്ററിൽ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.